ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ MG രാജൻ ആസാം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ജീവൻ ലഭിച്ചതാൽ മൃത്യുവിന്മേൽ ജയമേകി എന്റെ വീട്ടിൽ എന്നു ചേരും ഞാൻ. എനിക്ക് വീട് എന്നേക്കും മോദമായി വാഴാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാനായിട്ടിടയാകട്ടെ. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന മലാഖി പ്രവാചക പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുമ്പോൾ ദയവായി ശ്രദ്ധിക്കണമേ. ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ ഭജിക്കുകയും ചാണകം നിങ്ങളുടെ ഉത്സവങ്ങളെ ചാണകം തന്നെ നിങ്ങളുടെ മുഖത്ത് വിതറുകയും അവർ നിങ്ങളെ അതിനോടുകൂടെ കൊണ്ടുപോവുകയും ചെയ്യും. ഇസ്രായേലിലെ പുരോഹിതന്മാർ ദൈവത്തോട് പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു. അപ്പോൾ ദൈവം പറയുകയാണ്, നിങ്ങളെൻ്റെ വാക്ക് കേട്ട് അനുസരിക്കാത്തത് കൊണ്ട് ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയക്കും. നിങ്ങളുടെ മേൽ മാത്രമല്ല നിങ്ങൾക്കുള്ള അനുഗ്രഹത്തിന്മേലും ഞാൻ ശാപം അയക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങളിത് ചെയ്യാൻ മനസ്സ് വയ്ക്കായ കൊണ്ട് ഞാൻ ശാപം അയച്ചിരിക്കുന്നു എന്നാണ് ഇസ്രായേലിനോട് ദൈവം പറയുന്നത്. അതിനോട് ചേർന്ന് തന്നെ ഈ 3-ാം വാക്യം നാം ചിന്തിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കുള്ള സന്തതിയെ ഭത്സിക്കും എന്നാണ്. ബിഹോൾഡ് ഐ വിൽ കറപ്റ്റ് യുവർ സീഡ്. ആ വാക്കിൻ്റെ അർത്ഥം നാം ചിന്തിക്കുമ്പോൾ അശുദ്ധമാക്കുക, ചീത്തയാക്കുക, മലിനമാക്കുക എന്ന് അതിനർത്ഥമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കളെ ഞാൻ അശുദ്ധമാക്കും, ചീത്തയാക്കും, അല്ലെങ്കിൽ മലിനമാക്കും എന്ന് ദൈവം പുരോഹിതന്മാരോട് പറയുകയാണ്. അപ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ ശപിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മക്കളെ ഈ ശുശ്രൂഷ ചെയ്യാൻ അനുവദിക്കാതെ വണ്ണം മലിനയാക്കും, ചീത്തയാക്കും, അല്ലെങ്കിൽ അശുദ്ധമാക്കും എന്നാണ് ദൈവം പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ദൈവം അങ്ങനെ പറയുന്നത്? അതിന് കാരണമുണ്ട്. ഇസ്രായേൽ ദൈവത്തെ ഭയപ്പെടാതെ, അല്ലെങ്കിൽ ഈ പുരോഹിതന്മാർ ദൈവത്തെ ഭയപ്പെടാതെ അവർക്ക് തോന്നും വിധം അവരുടെ ഇഷ്ടത്തിനൊത്തവണ്ണം അത് ദൈവത്തിന് പ്രസാദമുള്ളതെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണത്തിനനുസരിച്ച് ഉള്ളതെന്നോ ചിന്തിക്കാതെ തങ്ങൾക്ക് ബോധിച്ചതിനെ അവർ ദൈവത്തിന് അർപ്പിക്കുകയാണ്. തങ്ങൾക്ക് ബോധിച്ചതുപോലെ അവർ ദൈവത്തിന് യാഗം കഴിക്കുകയാണ്. തങ്ങൾക്ക് ബോധിച്ചതുപോലെ അവർ ആലയത്തിലെ നിയമങ്ങളെ, സിസ്റ്റങ്ങളെ, രീതികളെ മാറ്റിമറിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ദൈവം പറയുകയാണ്, 1-ാം അധ്യായത്തിൽ നാം വായിച്ചു, ഈ വാതിൽ ആരെങ്കിലും ഒന്ന് അടച്ചു കളഞ്ഞിരുന്നെങ്കിൽ നന്ന്. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മക്കളെ അശുദ്ധമാക്കും, ചീത്തയാക്കും, മലിനമാക്കും. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കാൻ സാധ്യത? അത് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകാവുന്നൊരു കാര്യമാണ്. കാരണം യാതൊരു അശുദ്ധനും ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് അനുവദനീയമല്ല. അപ്പോൾ ദൈവം അത് അനുവദിച്ചിട്ടില്ല. എന്താ ദൈവം അനുവദിക്കാത്തത്? ദൈവത്തിൻ്റെ ആലയത്തിൽ വിശുദ്ധിയോടെ വേണം ശുശ്രൂഷകൾ ചെയ്യുവാൻ. ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്. ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ് എങ്കിൽ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരും വിശുദ്ധരായിരിക്കണം. അപ്പോൾ വളരെ വിശുദ്ധിയോടും വളരെ പവിത്രതയോടുകൂടി, വളരെ ശ്രദ്ധയോടുകൂടി, വളരെ താഴ്മയോടും
ഭയത്തോടും ഭക്തിയോടും കൂടി ചെയ്യേണ്ടുന്ന ഒരു ശുശ്രൂഷയാണ് ഈ പുരോഹിതന്മാരും അവരുടെ തലമുറകളും ചെയ്യേണ്ടത്. എന്നാൽ അതിൻ്റെ മഹത്വമെല്ലാം അവർ തള്ളിക്കളഞ്ഞപ്പോൾ ദൈവം അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ മക്കളെ അശുദ്ധമാക്കും. എന്നിട്ട് അവിടെ പറയുകയാണ്, ചാണകം, നിങ്ങളുടെ ഉത്സവങ്ങളിലെ ചാണകം തന്നെ ഞാൻ നിങ്ങളുടെ മുഖത്ത് വിതറും. അവർ നിങ്ങളെ അതിനോടുകൂടെ കൊണ്ടുപോവുകയും ചെയ്യും. നോക്കണം, ഈ ചാണകം ഇവരുടെ മുഖത്ത് വിതറും എന്ന് പറഞ്ഞാൽ ഇവരെ അശുദ്ധരാക്കി തീർക്കുന്നു എന്നാണ്. അപ്പോൾ ചാണകം, നിങ്ങളുടെ ഉത്സവങ്ങളിലെ ചാണകം നിങ്ങളുടെ മുഖത്ത് വിതറും എന്ന് പറഞ്ഞാൽ അവരെ പരിപൂർണമായിട്ട് ഇവരുടെ മക്കളെ അശുദ്ധരാക്കുമെന്ന് പറഞ്ഞ് അതേ ദൈവം ഇവരോടും പറയുകയാണ്, നിങ്ങളെയും അശുദ്ധരാക്കും. പിന്നെ ഈ ശുശ്രൂഷ ചെയ്യുവാൻ ഒരശുദ്ധനും അനുവാദമില്ല. നോക്കണേ പ്രിയരെ, ദൈവം ഇങ്ങനെ പറയുന്നുവെങ്കിൽ ആ കാര്യത്തിൽ ഇവിടെ ദൈവത്തിൻ്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യേണ്ടുന്നവരെ സംബന്ധിച്ച് ദൈവം, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെക്കുറിച്ച് ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ അശുദ്ധരാക്കും എന്ന്. അതങ്ങനെ പറയണമെങ്കിൽ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എത്ര വേദനയുണ്ട്. അവർ ദൈവത്തിൻ്റെ ആലയത്തിലാണ്, ദൈവത്തെയാണ് ആരാധിക്കുന്നത്, ദൈവത്തിനാണ് ബലി കഴിക്കുന്നത്, ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് ദൈവത്തിൻ്റെ ആലയത്തിനകത്ത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ ചെയ്യുന്നുണ്ട്, എന്നാൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല അതൊന്നും ചെയ്യുന്നത്, വിശുദ്ധിയോടെ അല്ല അതൊന്നും ചെയ്യുന്നത്, ആ ചെയ്യേണ്ടുന്ന വിധത്തിലോ ക്രമത്തിലോ അല്ല അവർ അതൊന്നും ചെയ്യുന്നത്. പിന്നെയോ അവർ ഞങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആ മനോഭാവത്തിൽ, അല്ലെങ്കിൽ ഞങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു, ദൈവത്തിന് വേണമെങ്കിൽ അങ്ങ് സ്വീകരിച്ചാൽ മതി എന്നുള്ള മനോഭാവത്തിലാണ് അവരുടെ ചെയ്ത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളെ അശുദ്ധരാക്കി തീർക്കും. അപ്പോൾ യാതൊരു അശുദ്ധനും ദൈവത്തിൻ്റെ ആലയത്തിൽ സേവ ചെയ്യുവാൻ അനുവാദമില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഇത് നാം വളരെ കുറികൊള്ളേണ്ടുന്ന ഒരു കാര്യമാണ്. നാം ദൈവസന്നിധിയിൽ വരുന്നു, നാം ദൈവത്തെ ആരാധിക്കുന്നു, ദൈവസഭയിൽ ശുശ്രൂഷകൾ ചെയ്യുന്നു, സ്ഥലം സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നു. ഒരുപക്ഷെ സഭയിലെ സുവിശേഷകനാകാം, പാസ്റ്ററാകാം, മൂപ്പന്മാരോ ഡീക്കന്മാരോ ആകാം, പ്രസിഡന്റോ ഖജാൻജിയോ സെക്രട്ടറിയോ മറ്റാരെങ്കിലുമൊക്കെയോ ആകാം. എന്നാൽ ദൈവം നമ്മുടെ സ്ഥാനത്തെ, നമ്മുടെ പൊസിഷനെ അല്ല നോക്കുന്നത്. ദൈവം നാം സഭയ്ക്കകത്ത് വന്ന് എന്തൊക്കെ ചെയ്തു, ഞാൻ അക്കാര്യം ഇക്കാര്യം ചെയ്തല്ലോ എന്ന് നമുക്കിഷ്ടമുള്ളത് ചെയ്തതിൽ സന്തോഷിക്കുന്ന ദൈവവുമല്ല. ദൈവം നോക്കുന്നത് നമ്മുടെ വിശുദ്ധമായ ഹൃദയത്തെയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവങ്ങളെയാണ്. ഏത് നിലവാരത്തിൽ, ഏത് മനോഭാവത്തിൽ, ഏത് താല്പര്യത്തിൽ ആണ് താങ്കൾ ഈ ശുശ്രൂഷ ചെയ്തത് എന്നാണ് ദൈവം നോക്കുന്നത്. നാം ആഴ്ചയുടെ എല്ലാ ദിവസവും നമുക്ക് തോന്നുന്ന പോലെ നടന്നിട്ട് ഞായറാഴ്ച വന്ന് മിടുക്കന്മാരായി എന്തെങ്കിലും ചെയ്തിട്ട് പോകുന്നത് ദൈവത്തിന് പ്രസാദമുള്ളൊരു കാര്യമല്ല. ഒരാഴ്ച മുഴുവനും ദൈവവുമായിട്ട് ഒരു ബന്ധവുമില്ലാതിരുന്നിട്ട് ഞായറാഴ്ച വന്ന് സഭയിൽ ശുശ്രൂഷിച്ചു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു വേദഭാഗം വായിച്ചു എന്നുകൊണ്ടോ, സ്തോത്രം ചെയ്തു എന്നുള്ളത് കൊണ്ടോ, ഒരു മെസ്സേജ് പറഞ്ഞു എന്നുള്ളത് കൊണ്ടോ അതിൽ പ്രസാദിക്കുന്നവനല്ല ദൈവം. ഒരാഴ്ച മുഴുവനും അശുദ്ധിയോടെ ജീവിച്ചിട്ട് യാതൊരു ഭയവും കൂടാതെ ദൈവസഭയിൽ കടന്നു വന്ന് കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കെടുത്ത് യാതൊരു ഭയവും കൂടാതെ മടങ്ങിപ്പോകുമ്പോൾ അതിനെ കണ്ണടച്ച് കളയുന്നവനല്ല ദൈവം.
പ്രിയമുള്ളവരെ, നാം എത്ര പവിത്രതയോടെ, വിശുദ്ധിയോടെ, ശുദ്ധഹൃദയത്തോടെ, പരിപൂർണമായ താല്പര്യത്തോടെ, ഒരുക്കത്തോടെ, സന്തോഷത്തോടെ, ആഗ്രഹത്തോടെ കടന്നു വന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നാം ദൈവത്തെ ആരാധിക്കേണ്ടതാണ് എന്ന് ദൈവം നമ്മോട് പറയുക. അല്ലാതെ നാം ചെയ്യുന്ന കാര്യങ്ങൾ നിമിത്തം ദൈവത്തിന് പ്രസാദമില്ല. ദൈവം പറയുന്നു, ഞാൻ നിന്നെ അശുദ്ധനാക്കും, ഈ ആലയത്തിലേക്ക് ഇനി വരാതെ വണ്ണം നിന്നെ ഇവിടെ നിന്ന് മാറ്റിവിടും. അതാ പറയുന്നതിൻ്റെ കാരണം. അതവിടെ പറയുന്നത്. അവരുടെ മുഖത്ത് ചാണകം വിതറുമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ ആലയത്തിനകത്ത് നിൽക്കാൻ അവന് അവകാശമില്ല. പ്രിയമുള്ളവരെ, നാം ഈ ദിവസങ്ങളിൽ എങ്ങനെയാണ് ദൈവസഭയിൽ കടന്നു വരുന്നത്, ദൈവത്തെ ആരാധിപ്പാനായിട്ട് വരുന്നത്? ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താണ്? നമ്മുടെ മുഖത്ത് കർത്താവ് ഇവിടെ വായിക്കുന്നത് പോലെ ചാണകം വിതറിയിട്ടുണ്ടോ? ചാണകം എത്രയോ പ്രാവശ്യം നമ്മുടെ മുഖത്ത് ദൈവം വിതറിക്കഴിഞ്ഞു, എന്നിട്ടും തിരിച്ചറിയാതെ അല്ലെങ്കിൽ അതിനെ ഗൗനിക്കാതെ പിന്നെയും നാം ആലയത്തിലേക്ക് പോകുന്നവരാണോ? അതോ എൻ്റെ മുഖത്ത് വീണ ചാണകം ഞാൻ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലിരുന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ചിട്ട് ആലയത്തിൽ പോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷകളെ ചെയ്യും, ദൈവത്തെ ആരാധിക്കും, ഭക്തിയോടെ ജീവിക്കുമെന്ന് ചിന്തിച്ച് ജീവിതത്തിലെ കുറവുകളെ തിരുത്തി നല്ല ഉത്സാഹമുള്ള, ഭക്തിയുള്ള നല്ലൊരു ദൈവവൈതലായി, ദൈവമകനായി, മകളായി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയായി നാം നമ്മെ തന്നെ മാറ്റാറുണ്ടോ? അങ്ങനെ മാറുന്നില്ലെങ്കിൽ നാം കടന്നുപോയതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ടും ദൈവസന്നിധിയിൽ സേവ ചെയ്തതുകൊണ്ടും ശുശ്രൂഷിച്ചതുകൊണ്ടും പ്രയോജനമില്ല. മുഖത്ത് ചാണകം വിതറിയിട്ടുണ്ടോ? ദൈവം വിതറിയിട്ടുണ്ടോ? നാം ഒന്ന് തിരിഞ്ഞു ചിന്തിക്കുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. മാനസാന്തരപ്പെടുവാൻ, ദൈവത്തിന് പ്രസാദമുള്ള വ്യക്തികളായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പൊന്നുനാമം മഹത്വപ്പെടട്ടെ. ആമേൻ. എന്റെ ഭാഗ്യം വർണ്ണിച്ചിടുവാൻ എനിക്കു നാവിൽ എന്റെ ദേശം ഈ ഭൂമിയല്ല. എന്റെ ഭാഗ്യം വർണ്ണിച്ചിടുവാൻ എനിക്കു നാവിൽ എന്റെ ദേശം ഈ ഭൂമിയല്ല. വീട്ടിൽ ചെന്നു ചേരാൻ അല്പകാലം മാത്രമല്ലോ, നിത്യവും മാതോത്തുമാമഹത്തരം കൂടിച്ചിടുന്നു. എന്റെ വീട്ടിൽ എന്നു ചേരും ഞാൻ, എനിക്ക് വീട് എന്നേക്കും